അവർക്ക് മനസ്സോധനങ്ങൾ ഓർപ്പിക്കുകയും ചെയ്യാറ്. പുറമെ ഏതാണ്ട് കാണുന്നത് അത് ആട്ടാഞ്ചേരിയിൽ വെച്ചാണ്. അപ്പം വളരെ ഉന്മേഷവാദിയായി ത്യാഗത്തോടുകൂടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ശ്രേഷ്ഠമായി നിലയിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കത്തുന്ന അവസരങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ലൊരു കുടുംബിനി എന്ന നിലയിൽ സാധിക്കുക, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു നൂറ്റാണ്ട് ജീവിക്കുവാനായിട്ടും തൻ്റെ ദൗത്യങ്ങൾ വിശ്വസിച്ചോടെ നിർവഹിക്കുവാനും ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസം മുമ്പ് ഞാനിവിടെ വന്നിട്ട് ഈ പേരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിയുകയും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ പ്രായമായിട്ടുള്ള നോക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിനൊക്കെ എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിച്ചിരിക്കുവാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നമ്മളിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ തുടക്കം സർവസ്വമായിരുന്ന ഒരു ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ജീവൻ. അത് സമൃദ്ധമായി ഉണ്ടാകുക, ദൈവത്തോടുകൂടെ ദൈവസന്നിധിയിൽ പിതാവിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കുവാനുള്ള കൃപ നൽകട്ടെ എന്ന് ആ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുക. പലതയ്ക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തിൽ ഓർമ്മിക്കുകയും ദൈവസന്നിധിയിൽ മാത്രം സമാധാനത്തോടുകൂടെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാവിനെ സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർന്ന് വിധിയുടെ നാളിൽ പൊങ്ങി മുഴങ്ങും കാഹളനാദം നുകരാൻ ഹൃദയേ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിനാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെതായവുമായ ശബ്ദത്താൽ ശബ്ദം മകനീയമായ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുപാത്രത്തിനെയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനമായ നികത്താതെ ജീവന്റെ പ്രകടത്തിന്റെ നാഥനും പിതാമുഖത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര
ലോകത്തിന് വേറെ പിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമുഖത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമണവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ ഈ മഹബുദ്ധരുടെ ആഗതനാകുമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശ്രിതമാറ്റി ധ്യാനത്തിലേക്ക് പ്രകടനം വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളെ പിടിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുന്ന സ്നേഹത്താവുന്നയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളായ നമ്മുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും നമ്മളാണോ അപേക്ഷിക്കുന്നു. പിതാവിനെ കിട്ടുന്നത് ശുദ്ധാത്മാസ്തേ മരിച്ച വിശ്വാസമാത്മാക്കൾ തമ്പ്രാൻ്റെ കനോണത്താൽ മോശിച്ചിരുന്നതായിട്ട് തിരിച്ചുണ്ടാകുന്നു. സർവസ്നാനങ്ങളുടെ പിതാവ് ഞങ്ങളുടെ അങ്ങനെ സർവത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും തമ്പുരാന്റെ മനോഹരത്തെ മോശിച്ചിടട്ടെ. സർവസ്നാനങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമോചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആകാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചു. മരിച്ച വിശ്വാസികളാത്മാക്കൾ തമ്പുരാന്റെ മനോഹരത്താൽ മോശിച്ചിടട്ടെ. സർവസ്നാനങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമോചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്നേഹത്താവും അമ്മയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. മരിച്ച വിശ്വാസികളാത്മാക്കൾ തമ്പുരാന്റെ മനോഹരത്താൽ മോശിച്ചിടട്ടെ. സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിലാകിയമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. മരിച്ച വിശ്വാസികളാത്മാക്കൾ തമ്പുരാന്റെ മനോഹരത്താൽ മോശിച്ചിടട്ടെ. കൃപയായിരിക്കണമേ. സർവസ്നാനങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമോചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്നേഹത്താവും അമ്മയുടെ കൂടെ തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ വിലക്കിരാത്ത തിരിച്ചവരെ കുറിച്ച് മരിച്ചവർക്ക് കൃപയായിരിക്കണമേ. സർവസ്നാനങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമോചിതമാകണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സർവ്വത്തിലെ പോലെ ഭൂമിയിലും
ണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതലെ പോലെ ഭൂമികൾ തമ്പുരാന്റെ മനോഹരം മോശിതരാകട്ടെ കിട്ടുകാരെ കർത്താവിന്റെ വിരുദ്ധരാത്ത തിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ കൃപയായിരിക്കണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമോചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയാമേ സ്നേഹികർത്താവും അമ്മയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ദരിദ്രൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ നമ്മുടെ പ്രിയങ്കരയായ പിതാവിനെ അമ്മച്ച് സ്വർഗീയ യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. സ്നേഹപൂർവ്വം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദീർഘകാലം ഈ നാട്ടിൽ നമുക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവരെല്ലാം വളരെ മനോഹരമായി ജീവിതത്തിൻ്റെ ഉന്നതമായ നിലകളിൽ എത്തിച്ച് സംതൃപ്തമായ ജീവിതം നയിച്ച് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ നമുക്ക് സന്തോഷത്തോടുകൂടി യാത്രയാക്കാം. തീർച്ചയായിട്ടും ഒരാൾ നമ്മളിൽ നിന്ന് പെട്ടെന്ന് വേർതിരിഞ്ഞ് പോകുമ്പോൾ ഒരു ശൂന്യതയും വേദനയൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അമ്മച്ചി എന്തിനു വേണ്ടി പ്രകാരം ജീവിച്ചിരുന്നു ആ വലിയ ഇവൻ്റെ നിത്യകിരീടം നേടുന്നതിനായിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. ഇത്രയും മരുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നമുക്കൊക്കെ ജീവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്ന് തമ്പുരാൻ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സാന്നിധ്യം ഇടുകൊണ്ട് അവരെല്ലാവരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളും അതുപോലെ സ്വന്തക്കാരും നാട്ടുകാരും അയൽക്കാരുമായിട്ടുള്ള എല്ലാവരെയും ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ് മാണിക്കറ്റായച്ചനാണ്. ഇവിടെ സന്ദേശം നൽകുന്നത് നമ്മുടെ വിചാരിച്ചനായ കൊച്ചുവിലോചനായിരിക്കും. ദേവാലയത്തിലെ ശുശ്രൂഷകളുടെ സമയമാവുകയും അഭിനന്ദ പരിമറ്റും പിതാവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവം ഈ അമ്മ വഴി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിധേരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പൊഴുതുകയും മഹിതയുമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടി തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അവർ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നാം സമാധാനം.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. ഇതുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം ആർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ ദുരിതങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരവിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനജന ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനവർക്കത പുണരുന്നു. ക്ഷയമുള്ള രക്ഷയനാകും. മർത്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം വാങ്ങി നൽകണമേ നിത്യായുസ്സിൽ പരമോന്നതമാ പരിവേഷം. Incoming call from Muham Daily Baba family identified by എന്റെ സഹോദരിയെ, മറ്റൊരു പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ഇസ്രായേൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിന് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം പ്രിയങ്കരിയായ അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും മണിക്കത്താഴ കുടുംബാംഗങ്ങളെല്ലാവരെയും പ്രത്യേകമായി അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കട്ടെ. നീണ്ട 98 വർഷങ്ങളെ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി ജീവിച്ച് നമ്മളോട് വിട പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് നിത്യസമ്മാനത്തിനായി ഈ പ്രിയപ്പെട്ട അമ്മച്ചി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാണ് മക്കളെ സംബന്ധിച്ച്. എന്നാൽ ഇത് വലിയ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവസരമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. നീണ്ട 98 വർഷക്കാലം ഏറ്റവും മനോഹരമായി ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് 10 മക്കൾക്ക് ജന്മം നൽകുകയും അവരെ മനോഹരമായി വളർത്തി ദൈവവിശ്വാസത്തിലും മാതൃകാപരമായി ജീവിക്കുവാനും പഠിപ്പിച്ച് തൻ്റെ ദൗത്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ പൂർത്തിയാക്കി അമ്മച്ചി നമ്മളോട് വിട പറയുകയാണ്. ഞാൻ വീട്ടിൽ പലപ്പോഴും വരുമ്പോൾ ഇപ്പം ചേട്ടനും ശരിയും അമ്മച്ചിയെ പൊന്നുപോലെ നോക്കുന്നത് അമ്മച്ചി ഇവിടെ ഒരു രാജകുമാരിയെ പോലെ കസാരയിൽ മുൻഭാഗത്തിരുത്തി വായനയും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമൊക്കെയായി ഒത്തിരി സന്തോഷകരമായൊരു വാർദ്ധക്യ ജീവിതമാണ് അമ്മച്ചി നയിച്ചിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് തൻ്റെ ജീവിതം അത് തൻ്റെ ചെറുപ്പകാലത്തും അധ്വാന കാലത്തുമെല്ലാം ഏറ്റവും ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ദൈവം ഫലമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് ഈ അമ്മച്ചിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നന്ദിയോടെ ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ അമ്മച്ചിയെ നോക്കിയ മക്കളെയും അമ്മച്ചിയുടെ മക്കളെയും എല്ലാം ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരും ഈ നാട്ടിൽ നമ്മുടെ ഇടവകയ്ക്ക് ഈ നാടിന് അഭിമാനമായി അനുഗ്രഹമായി ജീവിക്കുന്നുണ്ട്. അവരുടെ ഒരു മകൻ ടോമിച്ചേട്ടൻ മരിച്ചുപോയത് നമുക്കറിയാം. അതോടൊപ്പം ഈ അമ്മച്ചിയുടെ പ്രിയഭ്രാവ് ഈ കുടുംബത്തിൻ്റെ നാഥൻ മരിച്ചുപോയി. നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ വലിയ മാണിക്കത്താഴച്ഛനെയും നമ്മൾ ഓർക്കുന്നുണ്ട്. ദൈവവിളി ധാരാളമുള്ള കുടുംബമാണ്. അതോടൊപ്പം ഓരോ മക്കളും വളരെ സ്തുത്യർഹമായി നാടിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാണ്, വയ്ക്കുന്നവരാണ്. ഇതെല്ലാം ഈ അമ്മച്ചിയുടെ പ്രത്യേക നന്മകളും ഗുണങ്ങളുമാണ് എന്ന് നമുക്കറിയാം. അമ്മച്ചിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് ഈ കുടുംബത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന വലിയ മുതൽക്കൂട്ട്. ഇനി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി, പ്രത്യേകിച്ച് മക്കൾക്കും കുഞ്ഞുമക്കൾക്കും മണിക്കത്താഴ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി, ഈ നാടിനു വേണ്ടി, അയൽക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ അമ്മച്ചി സ്വർഗത്തിലുണ്ടാകും. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് നല്ലൊരമ്മയായി ഒരനുഗ്രഹമായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പെട്ടവരെയും ഈ മരണം മക്കളെയും നമ്മളെയും ദുഃഖത്തിലാഴ്ത്തുന്നുണ്ടെങ്കിലും ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട നല്ലൊരു അമ്മച്ചിയെ നൽകിയതിന്, നീണ്ട വർഷക്കാലം നല്ലൊരു ജീവിതം നയിക്കാൻ സാധിച്ചതിന് അമ്മച്ചിയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യവിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മരണത്തെയും ഓർക്കാം. ഇപ്രകാരം അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട്, കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മ അനുദിനം ചെയ്തുകൊണ്ട് ഒരു ജീവിതം ഇവിടെ നയിക്കുവാനും നല്ല ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അമ്മച്ചിയിലൂടെയും മണിക്കത്താഴ കുടുംബാംഗങ്ങളിലൂടെയും എല്ലാം
ഈ ഇടവകയ്ക്കും നാടിനും നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന നന്മകൾക്ക് തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മച്ചിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്രമങ്ങളിൽ പങ്കാളികളാകാം. അനന്തമായ സ്നേഹകാര്യങ്ങളെ സൃഷ്ടിക്കുകയും അധികമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കാന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രത്യേക ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിന് സ്വയം കണ്ണുനീർ ചൊരിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളെയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. സഭയുടെ വിശ്വാസ പ്രമാണം നമുക്ക് ചെല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് തിരിച്ചുപറയപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമാത്രത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുന്ദരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം ബേസനിയായും സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായും സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ജീവനുയരും ഞാനാകുന്നു, കരയൊരു ദേവം കരുണയുടന്തികമാർന്ന അഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ഞാൻ നല്ലവണ്ണം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ
വിടുതിയെനിക്കാ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോരെ പാർത്തിടമേ. ഹൃദയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയന്റെ അന്തിമയാത്ര.
തോമസ് മാണിക്കട കുടുംബാംഗങ്ങളായ ബഹുമാനപ്പെട്ട ജോസഫിനും മാത്യു മാണിക്കട സേമായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാണിക്കട കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ നല്ലവരായ ആളുകളെ ഒരു കൂടി ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമങ്ങൾ നേരുന്നു. ഒപ്പം സാർത്ഥകമായ ഒരു ജീവിതം നമ്മളുടെ സമാജത്തിൽ കടന്നു പോകുന്ന ഈ അമ്മച്ചിക്ക് ജീവിതത്തിൽ വിഷമിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഇടവക കൂട്ടായ്മയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ഈ ഇടവകയിലുള്ള മാണിക്കാട് കുടുംബാംഗങ്ങളെയോ കടപ്പെട്ടവരിൽ പരസ്പര ബന്ധവും സഹായവും ഈ ഇടവകയും ഒത്തിരിയേറെ കടപ്പെട്ടതാണ്. അതെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ വ്യക്തികളുമായി പറ്റിയതിലും മഴ പോകിച്ച് കേൾക്കാനുള്ള സൃഷ്ടിയുടെ കാലഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം സഭയിലെല്ലാം ശുശ്രൂഷമായി ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബാംഗങ്ങളെല്ലാവരുടെയും പേരിൽ അഭിനന്ദ ജോർജ് വലിയ പിതാവിനെ ഈ സംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മരണത്തിൽ അറിഞ്ഞപ്പെട്ട പിതാവ് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഞാൻ വരുന്നത് സംസ്കാര ശുശ്രൂഷയ്ക്ക് എപ്പോഴാണ് സമയം ചോദിച്ചു. വലിയ കരുതലോടുകൂടി മണികളുടെ കുടുംബവുമായി പിതാവിനായി അറിയാം. പ്രിയപ്പെട്ട പിതാവിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക സമൂഹത്തോടും അഭിമാനത്തോടും വീട്ടിലെ അനുശാസന സംഘടനയെ കുറിച്ച് പഠിച്ചു നോക്കുന്നതുപോലെ വളരെ സമൂഹത്തോടും ഈശോയുടെ കാര്യങ്ങളെയാണ് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രകാരം നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇളവിക്ക് വേണ്ടി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന തീരണം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള യാത്രയാകുന്നു. സ്നേഹപൂർവ്വം ഈശോയുടെ കാര്യങ്ങളിലേക്ക് തെളിയിക്കാൻ സമർപ്പിക്കുന്നു. ഈ ചേച്ചി നമ്മുടെ നിത്യസഭാഗത്തിൽ എത്തിച്ചേർന്ന് എല്ലാവരും ഇവിടെ ക്രിസ്ത്യൻ ദർശനം പ്രശംസിച്ചുകൊണ്ട് ആ നിത്യസഭാഗ്യം അനുഭവിക്കുന്നതാണ് യാത്ര പോകുന്നത്. എങ്കിലും മനുഷ്യമായിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും യാത്ര ബസ്സുണ്ട്, വേർപാടുണ്ട്. യാത്ര ബസ്സിൽ വേർപാടുന്നതിൻ്റെ വേർപാടിൻ്റെ അവസരത്തിൽ പലപ്പോഴും കടന്നേ അപ്പോൾ തീർച്ചയായിട്ടും ഈ പാഠം വഴിയായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ തിരഞ്ഞെടുത്താണ്. സേതാവായി നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ആ സേതാവിൻ്റെ സ്നേഹത്തിന് അടയാളമായാണ് അവിടുന്ന് നമ്മുടെ സ്വന്തം ചായയുടെ സാദൃശ്യത്തോട് നിർദ്ദേശിച്ചത്. ആ സേതാവിൻ്റെ വിശ്വസിച്ചതിന് ശേഷം അവിടെ ചായയുടെ സാദൃശ്യത്തിന് പങ്കുവയ്ക്കുകയും എപ്പോഴും പുറത്തുകൂടി ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വഴിയായിട്ടാണ് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുകയും അവിടെ ആഗ്രഹിക്കുന്ന പോലെ സുഹൃത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. മരണം ഒരുപാട് മരണം വരുന്നില്ല, മറ്റൊന്നും കുഴപ്പമില്ല. കൂടെ പോകുന്നതിന് നല്ല പ്രവർത്തികൾ ആഗ്രഹിക്കുന്നത്.
ആശയം നമുക്ക് കിട്ടണം. നമ്മുടെ ചായശാല സൃഷ്ടിച്ചെങ്കിൽ പോലും പാപം വഴിയായിട്ട് നമ്മുടെ ചായശാല നഷ്ടപ്പെട്ടു. ആ ചായശാലശവും നമുക്ക് വീണ്ടെടുത്തേണ്ടത് തന്നെ വലിയ വിഷയം കാണിച്ചുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് നൽകിക്കൊള്ളും. പുത്രൻ പാപം കൊടുക്കേണ്ട വിലയെല്ലാം തൻ്റെ ജീവിതം വഴിയായിട്ട് കർമ്മ വഴിയായിട്ട് ഇവർക്കൂടെ കൊടുത്തു തീർക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് മാഫിയായിട്ട് പുത്രനെ തന്നു. ആ പുത്രൻ കാണിച്ച വഴിയെ നമ്മൾ നടക്കുന്നവരാണ്. ആ പുത്രന് മുമ്പ് എൻ്റെ അപസ്തന്മാരെ ഒരുമിച്ചുകൂടി അവരുടെ യാത്ര പറയുന്ന നിമിഷമുണ്ട്. മനുഷ്യജീവിതം അവസാനിക്കുന്ന നന്ദിയുടെ ഓർമ്മയായിട്ട് നമ്മൾ അവശേഷിക്കുകയാണ്. വലിയൊരു ദാനമാണ്, അനുഗ്രഹമായിരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അവരുടെ ഏർപ്പാടിനെ നാം ബുദ്ധിതരാകുകയും എന്നാൽ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ലോകത്തിൽ എത്ര വർഷം നാം ജീവിച്ചിരിക്കുന്ന അറിയില്ല. ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കാൻ സാധിച്ചു. അനുഗ്രഹത്തിൻ്റെ നന്ദിയുടെ അടയാളമാണ്. അവരുടെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവുമായിട്ട് നാം എല്ലാവരും ഒരുമിച്ച് കൂടുകയും അവരുടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നമ്മുടെ പിതാവ് ജോർജ് മരിക്കാത്ത പിതാവ് നമ്മളോടൊപ്പം ധ്യാനിക്കുകയാണ്. നമ്മുടെ സഹോദരിയുടെ വേർപാടിന് ദുഃഖത്തിലും ഭാഗ്യമാണ് നമ്മളെ ആശിക്കുന്നതോടൊപ്പം അവരുടെ പ്രാർത്ഥിക്കുകയും നല്ലൊരു സന്ദേശം നൽകി ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ മുന്നോട്ട് നയിക്കാനായിട്ട് പ്രചോദനത്തിന്റെ വാക്കുകളാണ് നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് തിരക്കുള്ള വ്യക്തിയാണ്. എങ്കിലും ഈ തിരക്കുള്ള സമയത്തും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് സ്വന്തവൽക്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ രീതിയിലേക്ക് കാണണമെങ്കിൽ ശവസംസ്കാരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പറയണം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആദ്യ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ മരണത്തിൻ്റെ കൂടെ വേർപാടിലെ അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതുപോലെ മറ്റു താഴെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ നമുക്ക് ഏറ്റവും പരിമിതനും എല്ലാ കാര്യങ്ങളിലും അടുത്ത് ഇടപെടുകയും കുടുംബമായിട്ടൊക്കെ ആളുകളധിക ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ വികാരിയായി നിൽക്കുന്ന ഫാദർ തോമസ് കുറിച്ചുകാരുണ്ട്. അദ്ദേഹം ഭവനത്തിൽ വരികയും സംസ്കാര ക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗം അല്ലെങ്കിൽ നൽകി നമ്മുടെ ജീവിതത്തിൻ്റെ വേർപാടിൻ്റെ ചെയ്തുകൊണ്ട് നമ്മുടെ അധികാരികളുടെ എല്ലാവരുടെ ഈ അവസരത്തിൻ്റെ നന്ദിയെക്കുറിച്ച് അറിയിക്കുകയാണ്. ജോസ് മനുകാലത്ത് ഈ ഇടവകയുടെ ഒരു അഭിമാനമാണ്. എപ്പോഴും പലപ്പോഴൊക്കെ കേരളത്തിൽ കാണുന്നതായിട്ട് അതിനെ സന്ദർശിക്കുന്നുണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നു. തിരക്കിനിടയിൽ കടന്നു വന്നുകൊണ്ട് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് അതിൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നേറുകയാണ്. ഒപ്പം
തട്ടി മുതൽ ഇടപെടൽ സംഘാടകർ അദ്ദേഹം ചാക്കോച്ചനൊക്കെ ഇടപെടലാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസം തെക്കേമുടി. ഞാൻ എനിക്ക് അദ്ദേഹത്തിന് വെല്ലുവിളിച്ചൊന്നുമില്ല, ഉദ്ദേശിക്കാനായിട്ട് സാധനം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇടവകയുടെ എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഉപയോഗിച്ച് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവരോടും ആത്മമായി എല്ലാ കാര്യങ്ങളും സഹായിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനും സഹായത്തിനും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് SH സിസ്റ്റേഴ്സിന്റെ ഒരു ഗായകനാണ്. പാട്ടുകൾ പാടി നമ്മുടെ സമയത്താക്കുന്ന സിസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട്. കേൾക്കാറുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. സംരക്ഷിച്ച ഭാഗവും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അയൽക്കാരായിട്ടുള്ളവർ, ഇടവകാരായിട്ടുള്ളവർ, വിഭാഗങ്ങൾ ഇതിനുവേണ്ടിയുള്ള സാന്നിധ്യമായിട്ട് എല്ലാവരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ കർമ്മത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും നദിയുടെ സുന്ദരമായി നിങ്ങളുടെ സാന്നിധ്യവും ഒക്കെ അറിയിക്കുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം നദിയുടെ മാർഗതല വിഭാഗങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട്
വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ഞങ്ങളുടെ
കർത്താവേ ണമേ മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപടവത്വ മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ വിദ്യതവും വിശുദ്ധ കുർബാനയാൽ ദൈവക്ഷവും വിശുദ്ധ ദൈവത്താൽ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ആഹ്വാനം പരസ്യം നൽകേണ്ടവരുടെ ദീപീകരിക്കണമേ. ഇവന്റെയും ഇടത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സ്വഭാവത്തിനെ തൊഴിയാൻ ഞാൻ നിർമ്മലാകും. കർത്താവേയും നിനക്ക് ജീവനത്താലെയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക ഞാൻ തന്നെ കഴുകേണ്ടവനാകും. കർത്താവിന്റെ ഗ്രഹത്തിലെത്താൻ ഈ കബരുടെ പുറത്തിരിക്കണമേ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. കുരിശുവഴിയാൻ പരിശുദ്ധ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യമുതലത്തേക്ക് വാങ്ങേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മനുഷ്യ നീ പൊടിയാകുന്നു, പുള്ളിക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സ്ഥലത്തിന്റെയും നാഥനാ ദൈവം പിന്നെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെയും ഇടത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അടുത്ത കുടുംബാംഗങ്ങള് മക്കളുടെ അവസാനമാണ് അന്ത്യോജന ആരംഭിക്കുന്നത്. ദൈവജനത്തിന് ഇപ്പോൾ അന്ത്യോജന ആരംഭിക്കാനുള്ള സമയമാണ്. വഴി കൊടുക്കുക. ഈ സൈഡിലൊന്ന് വഴി കൊടുത്തേ, ഇതൊരു വഴി കൊടുത്തേ. 2 ലൈനായിട്ട് പറഞ്ഞ് ആരംഭിക്കുക. ശാന്തമായ സ്ഥാനം നോക്കി മാറി കൊടുക്കുക. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയുടേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. സുഖ
ഘോഷരാനന്ദിക്കും കർത്താവേ നിൻ സ്വാമിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ നിത്യജനം ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ മനുഷ്യനെ കേൾപ്പിക്കുന്നവരുടെ ആശ്വാസപരമായ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സംഗീതം നിന്നെ വിളിക്കണ്ടേ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമാതിഥിയോടെ മത്തയോടും കൂടെ നടച്ചേരുദ്ധാരം നിരനാമനിവാണരുടത്തെ കർത്താവിലേശം. നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ, മരണമുറക്കമില്ല.
നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വസ്തുവാക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുനാളും കടന്നു നൽകാനും ബഹുമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും ഉദാഹരണത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ, മരിച്ചവരെ നീ കഴിഞ്ഞവരും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരും പരിപാലിക്കണമേ. ഉത്തരം പ്രദേശം മരണവരെ മറ്റുള്ളവരെ വർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ഉദാഹരണത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം സ്വന്തമായി ജയിക്കുമാറാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുകയും അതേ കാര്യം നിത്യം നിങ്ങളെ അനുഭവിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവിടെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത വ്യാഴാഴ്ച രാവിലെ 6:30 വിസ്തുർബാന അമ്മച്ചിയുടെ 5ന്റെ ദിവസമായിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ആ കുർബാനയിൽ പങ്കെടുക്കാനും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. കുടുംബാംഗങ്ങൾ മറ്റൊരു അറിയിച്ചുള്ളത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടിവെള്ളവും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും സ്വീകരിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം കൂടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. താങ്ക് യു.